എല്ലാ പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഫ്രണ്ട് പ്ലീറ്റ് നൈറ്റിയാണ് കേട്ടോ. ഒരു എക്സൽ സൈസിലുള്ള 36, 34 സൈസിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നൈറ്റിയാണ്. ചെറിയ അളവാണ്. എക്സൽ ലാർജ് സൈസിലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നൈറ്റിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഷോൾഡർ മാർക്കാണ്. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ എടുക്കുന്നത് 6.5 കാരണം ഇത് ഷോൾഡറൊക്കെ വീതി കുറഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് 6.5 ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയ സൈസാണ്, അതുകൊണ്ടാണ് 36ഉം 34 എന്നൊക്കെ പറയുമ്പോൾ ചെറിയ സൈസാണ്, അതുകൊണ്ടാണ് 6.5 എടുക്കുന്നത്. 6.5 എടുത്തു. ഇനി ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് തുണി ലെവൽ ചെയ്ത് ഇടണം കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്യുന്നത് അറിയാമല്ലോ, ഇങ്ങനെ നമ്മൾ നൈറ്റി പീസ് എങ്ങനെയാണ് കിട്ടുന്നത് അതിനെ ഇങ്ങോട്ടേക്ക് നീളത്തിലാണ് മടക്കി കിട്ടുന്നത്. എന്നിട്ട് വീതിയിലോട്ട് മടക്കണം. ഓപ്പൺ സൈഡ് ഈ ഭാഗത്തും ക്ലോസ് ആയ ഭാഗം ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഷോൾഡർ 6.5 മാർക്ക് ചെയ്തു. അവിടെ നിന്നും നമുക്ക് ഒരു 7.5 ഇവിടെ മാർക്ക് ചെയ്യാം. 7.5 ഇവിടെ മാർക്ക് ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഷോൾഡർ 6.5, ആം ഹോൾ 7.5 മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യണം. സ്ലീവ് ഞാനിവിടെ എടുക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. 7 നമുക്ക് 8 എടുക്കാം, 8 ഇഞ്ച് എടുക്കാം. 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ ആം ഹോള് ഒരു 7 എടുക്കണം. ശ്രദ്ധിച്ചോണം, നമ്മൾ 6.5 ഇവിടെ എടുത്തു. അവിടെ നിന്ന് ആം ഹോൾ ഇപ്പോൾ ഞാൻ ഒന്ന് ജോയിൻ ചെയ്യാം. ഉണ്ട്, നമ്മളിവിടെ നിന്ന് 6.5 എടുത്തു. ഇവിടെ കുറച്ച് മടക്കുണ്ട്, അതാണ്. ഇവിടെ നിന്നും 7.5 എടുത്തു. അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് സ്ലീവ് 8 ഇഞ്ച് മാർക്ക് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ 8.5 മാർക്ക് ചെയ്യാം. ഇത് വലിയ സൈസാണെങ്കിൽ 7.5 കിട്ടത്തുള്ളൂ. ചെറിയ സൈസാണ് നമുക്ക് 8 കിട്ടിയത്. തിരിച്ച് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ 7.5യും ഇവിടെ നിന്ന് 7ഉമാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് അതും നമുക്ക് ലൈനായിട്ടൊന്ന് വരയ്ക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ 3.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. ഇവിടെയാണ് 3.5 ഇഞ്ച് വരുന്നത്, കണ്ടോ. 3.5 ഇഞ്ച് ഇവിടേക്ക് മാർക്ക് ചെയ്യാം. ഇനി അവിടെ നിന്ന് നമുക്ക് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ എത്രയാണോ ഉള്ളത് അതേ അളവ് ഇവിടെ 4.5 ഉള്ളത്. അപ്പോൾ അവിടെയും അതേപോലെ ഇവിടെയും 4.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് കാരണം രണ്ടും ഒരേ ലെവൽ വരാനാണ് ഇവിടെ നിന്ന് 4.5 മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതാണ് 9 ഇഞ്ച്, കണ്ടോ. ഇനി സ്ലീവിൻ്റെ ഒരു 5.5 മാർക്ക് ചെയ്യാം. 1 ഇഞ്ചും കൂടെ കൂട്ടി 6.5. ഇവിടുത്തെ വണ്ണം സ്ലീവിൻ്റെ 5.5ആണ്, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് ചരിച്ചൊന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇത് സ്ലീവിൻ്റെ വണ്ണമാണ്. എന്താ ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ലൈൻ ഞാൻ മായിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്കാണെങ്കിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളിവിടെ നിന്ന് ഷോൾഡർ എടുത്തു. അവിടെ നിന്ന് 6.5, അവിടെ നിന്ന് 7.5 ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇവിടെ നിന്ന് സ്ലീവ് ലെന്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ നിന്നും 7 മാർക്ക് ചെയ്തത്. ഇവിടെ നിന്ന് 7. നമ്മൾ ഇവിടെ എത്രയാണോ എടുക്കുന്നത് അന്ന് 1/2 ഇഞ്ച് കുറച്ചുകൂടെ മാർക്ക്. ഇവിടെ നമ്മൾ 7.5 ഇല്ലേ, അപ്പോൾ 1/2 ഇഞ്ച് കുറച്ച് 7 എടുത്തു. ഇവിടെ നിന്ന് 3.5 ഇഞ്ച് താഴ്ത്തി ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ലൈനിൽ അപ്പോൾ ഈ 3.5 ഇഞ്ച് ഇവിടെ താഴ്ത്തിയപ്പം ഇവിടെ നിന്ന് എത്രയാണോ ഇവിടെ ലെങ്ത് അതേ ലെങ്ത് നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. കാരണം ലെവൽ തെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 9 ഇഞ്ച് എടുത്തു. അതിനുശേഷം സ്ലീവിൻ്റെ ബോട്ട് 5.5ആണ്, തയ്യൽ തുമ്പും കൂടെ ഉൾപ്പെടെ 6.5 എടുത്തു. എന്നിട്ട് ഈ 9 നിന്നും ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ ആം ഹോളിൽ നമ്മൾ എടുത്തില്ലേ, സ്ലീവിൻ്റെ അവിടെ നിന്നും 7 എടുത്തില്ലേ, അത് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. ഇങ്ങോട്ടേക്ക്, കണ്ടോ. മാറിപ്പോകരുത്. ഇത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കൺഫ്യൂഷൻ വരും, കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. 2-3 പ്രാവശ്യം വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യുക. ആദ്യം എനിക്കും ഇതേപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ 3-4 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പേപ്പറിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി, കട്ട് ചെയ്ത് നോക്കി, വരച്ച് നോക്കിയിട്ട് ശേഷം മാത്രമേ നല്ല തുണിയിൽ കട്ട് ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരും, അളവിലൊക്കെ വ്യത്യാസം വരും.
കടൽ വീഡിയോ ഒന്നും കൂടെ കണ്ടാൽ മതി, ഞാൻ എപ്പോഴും പറഞ്ഞ് ലെങ്ത് കൂട്ടുന്നില്ല. ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് യോക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ യോക്ക് ലെങ്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും, നമുക്ക് ഈ സൈസുള്ളവർക്കൊക്കെ, തീരെ പൊക്കം കുറഞ്ഞവർക്ക് മാത്രം 9.5 എടുക്കാം. അപ്പം ഞാനിവിടെ 9.5 എടുക്കണം. അതായത് പൊക്കം കുറഞ്ഞ ആളായതുകൊണ്ട് 9.5 എടുക്കുന്നുണ്ട് കേട്ടോ. 9.5. അത് കഴിഞ്ഞ് ഇതേപോലെ മറു സൈഡിൽ നമ്മൾ യോക്കണം. പക്ഷേ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം. 10 നമ്മൾ ഇവിടെ എത്രയാണോ യോക്ക് എടുക്കുന്നത് അതിനെക്കാട്ടി 1/2 ഇഞ്ച് കൂട്ടി വേണം അപ്പുറത്ത് ഓപ്പോസിറ്റിൽ യോക്ക് വരയ്ക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ലെങ്ത് ഇല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഉണ്ടോ എന്ന് നോക്കണം. അതായത് എനിക്കിപ്പോൾ 4 ഉണ്ട് കണ്ടോ. ഇവിടെ നിന്ന് കറക്റ്റ് വെച്ച് നോക്കണം. അതായത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതേ 4 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. 4 ഇഞ്ച് എവിടെയാണോ വരുന്നതെന്ന് നോക്കണം. ഇവിടെ, അപ്പോൾ ഇവിടെയാണ് കണ്ടോ. നമ്മളിങ്ങനെ ചരിച്ച് വെച്ചേ നോക്കാവൂ 4 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ. അപ്പോൾ എനിക്കിവിടെയാണ് 4 ഇഞ്ച് വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ യോക്ക് ഭാഗയില്ലേ നമ്മൾ മാർക്ക് ചെയ്യുക, അവിടെ നിന്നും ഇതിലോട്ട് ഒരു ലൈൻ വരയ്ക്കണം. നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, ഇത് നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ അവിടുത്തെ ബാക്കി വണ്ണമാണ് നമ്മൾ ഈ സ്കേർട്ട് ഭാഗത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് 4 ഇഞ്ച്, ഇവിടെ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതേ അളവ് ഇവിടെ മാർക്ക് ചെയ്യാവൂ. 3.5 ആണെങ്കിൽ ഇവിടെയും 3.5 മാർക്ക് ചെയ്യാവൂ. നമുക്ക് നോക്കാം. 4 ഇഞ്ചുണ്ട്, 4 ഇഞ്ച്. ഇനി നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇനി നമുക്ക് നമ്മളിവിടെ ഒരു 7.5 മാർക്ക് ചെയ്ത് അവിടെ നിന്ന് യോക്കിലോട്ടൊരു മാർക്കിങ് കൊടുക്കണം. ഇത് ഇവിടെ നിന്നും ഇതിലോട്ടല്ല മാറിപ്പോകരുത്. ഇത് നമ്മൾ സ്ലീവിൻ്റെ അവിടെ എടുത്ത ആം ഹോളാണ്. ഇത് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ട് എടുത്ത ആം ഹോൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഇത്രയാണ് സ്ലീവ്, ഇങ്ങനെ വരും. സ്കേർട്ട് ഭാഗം ഇത്രയും വരും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നോക്കിയോളൂ. ആദ്യം നമുക്ക് സ്കേർട്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇവിടെ വന്നിട്ട് ഇവിടെ വരപ്പോൾ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യും. ഇത് സ്കേർട്ടാണ്. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തേക്കണം. നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തേക്കണം. ഇതിങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഒന്ന് തിരിച്ചിടണേ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് സ്ലീവ് കണ്ടോ. ഈ സ്ലീവ് നമ്മൾ ഇങ്ങനെ ഈ മോഡൽ കട്ട് ചെയ്യുമ്പോൾ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ്. ഇനി നമുക്ക് യോക്കുണ്ട്. യോക്കെന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പീസ് നമുക്ക് ഫ്രണ്ടിലൊക്കെ ഫ്രണ്ട് ഓപ്പണാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പീസ് എടുക്കാം കേട്ടോ. ഇത് മാറ്റി വെച്ചേക്കാം. ഫ്രണ്ട് ഓപ്പൺ എടുക്കാം ഈ പീസ്. ഇനി യോക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഫ്രണ്ടും ബാക്കും വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ഓപ്പൺ അല്ലേ ചെയ്യുന്നത്. കണ്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യേണ്ട, ബാക്ക് പീസ് മാത്രം കട്ട് ചെയ്യണം. വെച്ചിട്ട് കട്ട് ചെയ്യണം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഞാൻ 3 ഇഞ്ചാണ് വേണ്ടത്, 2.25 എടുക്കുന്നുണ്ട്. ഇറക്കം 4 ഇഞ്ച് എടുക്കുന്നുണ്ട്, 3.5 കിട്ടും. ഷോൾഡർ ജോയിൻ പോയിട്ട് 3.5 നമുക്ക് കിട്ടും.
ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ക്രോസ് പീസായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാം. കണ്ടോ, ബാക്ക് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് ക്രോസ് പീസിന് ഉപയോഗിക്കാൻ കൊള്ളാം. ഇനി ഫ്രണ്ട് നമ്മളിപ്പം കട്ട് ചെയ്യുന്നില്ല, അതിൽ വേറൊരു പീസ് വെച്ച് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം അങ്ങോട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇത് നമുക്കിവിടെ നമ്മൾ ബ്ലൗസിന് ചെയ്യുന്നില്ല അതുപോലെ ഹുക്കും ഐപ്പട്ടയും വയ്ക്കണം. അപ്പോൾ നമ്മളിത് മാറിപ്പോകരുത്. ഹുക്ക് എവിടെയാണ് ഐ എവിടെയാണ് വരുന്നത് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആം ഹോൾ വരുന്ന ഭാഗത്ത് കുറച്ച് പീസ് ഉണ്ടായിരുന്നു, നമ്മൾ ഫ്രണ്ടിൽ വയ്ക്കുന്നിട്ടതാണ് ആ സൈഡിലുള്ള പീസാണ്. ഇതിനെ രണ്ടാക്കി എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇത്രയല്ലേ വേണ്ടത്. അപ്പം നമുക്ക് ഒന്നിനകത്ത് രണ്ടാക്കുന്നുണ്ടോ അധികം വരും നമുക്ക് വച്ചാലും. അപ്പം ഈ ഒരു പീസിനെ തന്നെ നമുക്ക് രണ്ടാക്കി എടുക്കാം. പിന്നെ ഇതാണ് ഐപ്പട്ടെ, ഐ വയ്ക്കുന്ന ഭാഗം ഇതാണ്. അത് നിങ്ങൾ വച്ച് നോക്കണം നമ്മുടെ ദേഹത്ത് എവിടെയാണ് ഐ വരുന്നത്, എവിടെയാണ് ഹുക്ക്. നല്ല വശം ചേർത്ത് വയ്ക്കണം. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങോട്ടേക്ക് ആക്കി നമ്മൾ യോക്കിന് നല്ല വശം എടുത്ത് അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ മടക്കി അടിക്കുന്നത്. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ എന്താ ചീത്ത വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ തയ്യൽ തുമ്പ് നമ്മുടെ ഈ പച്ച പീസില്ലേ അതിനോട് ചേർത്ത് വെച്ചിട്ട് മുകളിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് നല്ല വശം മറിച്ചിടണം. ഇതാണ് നല്ല വശം. ഒരു മടക്ക് മടക്കുക. മടക്കിയതിന് ശേഷം ശ്രദ്ധിച്ചോളൂ, പിന്നെ ഒരു മടക്കും കൂടെ മടക്കുക. ഉണ്ടോ, നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്ക് മടക്കി ഇതിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളല്ലാതെ ഐ തയ്ച്ച് പിടിപ്പിച്ചാലും മതി. ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ബ്ലൗസിന് കൊടുക്കുന്നത് പോലെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യണ്ടല്ലോ. അപ്പം ഇങ്ങനെ മടക്കിയിട്ട് മുകളിൽ ഐ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കും. കണ്ടോ, ഞാൻ ഐ വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. ഇവിടെയും താഴ്ഭാഗത്തും വെച്ച് ഇവിടെ ഒരു 4 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ വിടണം. കാരണം നമുക്ക് ഇവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെയും യോക്ക് ഇവിടെ നമുക്ക് സ്കേർട്ട് ഭാഗമായിട്ട് യോജിപ്പിക്കാനുണ്ട്. അവിടെ ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ട് വേണം വയ്ക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഹുക്ക് വയ്ക്കാം. ഹുക്ക് വയ്ക്കുന്നത് നമ്മളിത് ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തോട്ട് മറിച്ചിട്ടില്ലേ. ഇനി ഇത് നല്ല വശത്ത് നിന്നും നല്ല വശവും ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്ത് ഇടയ്ക്ക് മറിച്ചിട്ടിട്ട് തയ്യൽ തുമ്പ് ഈ പീസിലോട്ട് ചേർത്ത് വെച്ച് നേരത്തെ പോലെ തന്നെ പതിച്ചടിക്കണം. അതിന് ശേഷം ഒരു മടക്ക് മടക്കി ഒന്നും കൂടെ മടക്കി അകത്തോട്ടാക്കി. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വരട്ടെ. ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ആ പീസിൽ രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് തയ്യൽ തുമ്പ് ഈ പീസിലോട്ട് ചേർത്ത് വെച്ചിട്ട് കണ്ടോ, ചേർത്ത് വെച്ചിട്ട് മുകളിൽ പതിച്ചടിച്ച്. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ ഹുക്ക് പട്ട വയ്ക്കില്ലേ ബ്ലൗസിൽ, അതുപോലെ തന്നെ ഇവിടെ ഒരു അടിയും കൂടെ കൊടുക്കുക കേട്ടോ. ഇങ്ങോട്ടേക്ക് ചേർത്ത് വെച്ചിട്ട് ഈ ഭാഗത്തൊരു അടി കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഹുക്ക് വയ്ക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ പീസിലോട്ട് ഒരടിയും കൂടെ കൊടുത്താൽ മതി. ഹുക്ക് വയ്ക്കാൻ ഐ വയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പ്രത്യേകിച്ച് കാണിക്കാത്തത് കേട്ടോ. പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് മടക്കിട്ടോ അല്ലെങ്കിൽ ഒറ്റ രീതിയിലോ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് ഇങ്ങനെ വച്ചതിന് ശേഷം കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് തയ്യൽ തുമ്പ് ക്രോസ് പീസിലോട്ട് ചേർത്ത് വെച്ചിട്ട് പതിച്ചൊന്ന് അടിക്കണം. എന്നിട്ട് ഞാൻ കാണിക്കാം. ഞാനെന്താ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പതിച്ചടിച്ചിട്ടുമുണ്ട്. തയ്യൽ തുമ്പ് ഈ ക്രോസ് പീസിലോട്ട് ചേർത്ത് വെച്ച് പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ശകലം ഒന്ന് മടക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇത് അകത്തോട്ട് ഈ പീസ് ഇങ്ങോട്ട് മറിച്ച് വെച്ചിട്ട് ആ പീസ് തള്ളി വരല്ലേ ആ രീതിയിൽ നമ്മളൊന്ന് പതിച്ചടിക്കണം മുകളിൽ കേട്ടോ. പതിച്ചടിച്ചതിന് ശേഷം അപ്പോൾ ഇങ്ങനെ വരുമല്ലോ, ഇങ്ങനെ വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഒരു മടക്കം കൂടെ മടക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒന്നീ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം ബ്ലൗസ് ചെയ്യും പോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി ഇവിടെ കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ബ്ലൗസിൽ ഹെമ്മിങ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ചെയ്തെടുത്തതാണ് കേട്ടോ. ഈ പീസ് കണ്ടോ, മറു സൈഡ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വരും. 2 സ്റ്റിച്ചുണ്ട്. ആവശ്യം ഇതുപോലെ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും.
അപ്പം നിങ്ങൾ പിന്നെ സിബ് വയ്ക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡിൽ ഒരു പീസ് വെച്ച് അടിച്ച് മറിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതേപോലെ അടിച്ച് എടുത്താൽ മതി. ഇതെങ്ങനെയാണോ ഇപ്പോൾ നമ്മൾ ചെയ്തതില്ലേ, ആ പീസ് അകത്തോട്ടേക്കാക്കിയിട്ട് അടിച്ച് വെച്ചിട്ട് അതിൻ്റെ അകവശത്ത് നമ്മൾ ഒന്ന് മടക്കി അടിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതേപോലൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുമ്പം അത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഇപ്പോൾ ഇത് ഞാൻ ഹുക്കുമായി വയ്ക്കുന്നത് കൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്താലേ അത് നല്ല പെർഫെക്ഷൻ വരുള്ളൂ. മറ്റേ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ പെർഫെക്ഷൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിക്കാം. അപ്പം ഞാൻ എന്താ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, രണ്ടും സ്റ്റിച്ച് ചെയ്ത്. ഇനി നമുക്കിവിടെ ഒരു ഹുക്കും ഇവിടെ ഒരു ഹുക്കും ഇവിടെയും ഇവിടെ ഒരു ഹുക്ക് വെച്ചാൽ മതിയേ. ഇവിടെയും അയ്യുണ്ട്, ഈ ഭാഗത്തും അയ്യുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. കാരണം ഇതിങ്ങനെ വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുത്താലേ നമുക്ക് സ്കേർട്ട് ഭാഗം ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കിനി ബാക്ക് പീസ് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റേ ക്രോസ് പീസ് വെച്ച് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. തിരിച്ച് തയ്യൽ തുമ്പ് ക്രോസ് പീസിൽ പതിച്ചടിക്കുക, അകത്തോട്ട് വെച്ച് മടക്കി അടിക്കുക. നമ്മൾ മറ്റേ കാണിച്ചില്ല, അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിലും കാണിക്കേണ്ടത്. പിന്നെ അത് ഞാൻ ഇതും കൂടി കാണിക്കുന്നില്ല. അപ്പോൾ അത് ആദ്യം എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്ത് അതുപോലെ ചെയ്താൽ മതി. ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്. പക്ഷേ അകത്തോട്ട് മടക്കി വെച്ചില്ല. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം, ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഞാൻ ക്രോസ് പീസ് വെച്ച് അടിച്ചിട്ട് നല്ല വശത്ത് ക്രോസ് പീസിൻ്റെ തയ്യൽ തുമ്പ് ക്രോസ് പീസിലോട്ട് ചേർത്ത് വെച്ച് പതിച്ചടിച്ചിരിക്കുന്നു, അത്രേ എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശം എടുക്കാം. നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് നോക്കണം. അത് ഇങ്ങനെയും വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പം ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ചേർത്ത് ഇങ്ങനെ വയ്ക്കണം. വച്ചിട്ട് നമ്മൾ ഈ ക്രോസ് പീസ് ഇല്ലേ, ക്രോസ് പീസ് ഇങ്ങോട്ട് തള്ളി വെച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് മടക്കണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ക്രോസ് പീസ് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരു മടക്കും കൂടെ മടക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യണം. മറു സൈഡ് ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തിട്ട് കാണിക്കാം. ഇതാ പതിച്ചടിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിന് നല്ല വശത്തോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ പീസിനകത്തോട്ടാക്കി ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും. മറു സൈഡും ഇതുപോലെ തന്നെ വരും കണ്ടോ. ഇനിയാണ് നമുക്ക് ബാക്ക് നെക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ബാക്ക് നെക്ക് എടുക്കുക. ഈ പീസ് ശ്രദ്ധിച്ചോളൂ, ഈ പീസ് അകത്തോട്ടേക്ക് ചേർത്ത് വയ്ക്കണം. മടക്കി വയ്ക്കാൻ നമുക്ക് പിന്നെ വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഷോൾഡറിന് തയ്യൽത്തുമ്പോൾ ബാക്ക് പീസിലോട്ട് ചേർത്ത് വയ്ക്കണം. ഇത് ഇങ്ങോട്ടേക്ക് ചേർത്ത് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ക്രോസ് പീസ് വെളി കാണാത്ത തരത്തിൽ പതിച്ചിങ്ങനെ അടിച്ചു വരിക. എന്നിട്ട് നമ്മൾ ഇവിടെ വരപ്പോൾ എന്ത് ചെയ്യണം, ഇതിവിടെ വന്നതിന് ശേഷം തയ്യൽ തുമ്പ് ഇതിൻ്റെയും ബാക്ക് പീസിലോട്ട് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇറക്കണം. അതിന് ശേഷം നല്ല വശം എടുത്തതിന് ശേഷം നമ്മൾ മറ്റത് ചെയ്തതുപോലെ തന്നെ ഒരു മടക്കും കൂടെ മടക്കിയതിന് ശേഷം ഈ അകത്ത് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണോ ഫ്രണ്ട് ചെയ്തത് അതുപോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇതൊക്കെ ഒരുപാട് ഇവിടെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറയാത്തത്. എന്നാൽ ആദ്യം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെയാണ് കേട്ടോ. അകത്തോട്ടേക്ക് മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ ഞാനത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പിൻ ചെയ്ത് വെക്കണം. നമ്മൾ ഹുക്ക് ഹുക്കും നമ്മൾ എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ 2 പിൻ ചെയ്ത് വെക്കണം. കാരണം നമുക്ക് സ്കേർട്ട് ഭാഗത്ത് പ്ലീറ്റ്സ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് നമുക്ക് പ്ലീറ്റ്സ് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് വയ്ക്കുമ്പോൾ ഇവിടെ സ്റ്റിച്ച് വരും. അപ്പോൾ ഇത് ഇങ്ങനെ ഫിറ്റായിട്ട് ഇരുന്നോളും. ഇത് വയ്ക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ആയിട്ട് നമ്മൾ എങ്ങനെ പ്ലീറ്റ്സ് വയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹുക്ക് എങ്ങനെ ഇടുന്നു, ഇപ്പോൾ ഹുക്ക് ഇങ്ങനെയല്ലേ ഇടുന്നത്, അതേ രീതിക്ക് വച്ചിട്ട് തന്നെ ഇത് ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കണം കണ്ടോ. ഇതും നല്ല ലെവലിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ മാറിപ്പോവും. ലെവൽ ചെയ്തിട്ട് വേണം വയ്ക്കാനായിട്ട്. വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സ് കാണാം. ഞാൻ ബാക്കിൽ പ്ലീറ്റ്സ് സ്കേർട്ട് ഭാഗം ജോയിൻ ചെയ്തിട്ടുണ്ട് പ്ലീറ്റ്സ് വെച്ചിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മളിവിടെ ഫ്രണ്ട് സ്കേർട്ട് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത ഭാഗം മാറിപ്പോകരുത്. താഴ്വശം എടുത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വയ്ക്കരുത്. ഈ ചരിച്ച് കട്ട് ചെയ്ത ഭാഗം അവിടെ വേണം നമുക്ക് പ്ലീറ്റ്സ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സെൻറ്ററും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു 4, 5 എവിടെ നിന്നും നമ്മൾ ഈ ചരിച്ച് കട്ട് ചെയ്ത ഭാഗം നമ്മൾ എടുക്കരുത്.
അതിന് മുമ്പ് ഇവിടെ കണ്ട് ചരിച്ച് കട്ട് ചെയ്യുന്നതിന് ശേഷമുള്ള ഇവിടെ ഭാഗമില്ലേ, ഇവിടെ നിന്നൊരു 4-5 ഇഞ്ച് വിട്ടതിന് ശേഷം ഇവിടെ നിന്നൊരു 5 ഇഞ്ച് എടുത്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് പ്ലീറ്റ്സ് ഇടുക. അത് കഴിഞ്ഞിട്ട് പ്ലീറ്റ്സ് ഇട്ട് നമ്മളിങ്ങനെ വരപ്പോൾ ഇവിടെയും അതുപോലെ ഈ ചരിഞ്ഞ ഭാഗത്തിന് എടുക്കരുത്. ചരിഞ്ഞ ഭാഗത്തിന് മുമ്പുള്ള ഭാഗത്ത് ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് അതുവരെ പ്ലീറ്റ്സ് ഇട്ട് വയ്ക്കണം. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങി നമ്മൾ ഇവിടെ നിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതുവരെ കൊണ്ടുവന്ന് നിർത്തണം. മനസ്സിലായല്ലോ? അതിനുശേഷം നമ്മുടെ ഈ യോക്കിൻ്റെ സെൻറ്ററും ഈ സ്കേർട്ട് ഭാഗത്തിൻ്റെ സെൻറ്ററും തമ്മിൽ എന്ത് ചെയ്യണം, നമ്മൾ വെച്ച് നോക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ട് കാണിക്കാം. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ യോക്കും ഈ സ്കേർട്ട് ഭാഗം കൂടെ തമ്മിൽ നോക്കണം. നോക്കുമ്പോൾ സെൻറ്ററും കൂടെ വെച്ചിട്ട് ഞാൻ നോക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇവിടെയാണ്, ഇതിൻ്റെ സെൻറ്റർ ഇവിടെ നിന്ന് കാണുന്നുണ്ടോയെന്ന് അറിയുന്നില്ല, ഇവിടെയാണ്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വെച്ച് നോക്കണം ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചരിഞ്ഞ ഭാഗം നമ്മൾ വെറുതെ വിട്ടേക്കണം, അത് ഇതിൻ്റെ കൂടെ ചേർക്കരുത്, യോക്കിൻ്റെ കൂടെ. ഇങ്ങനെ വെച്ച് നോക്കണം. കണ്ടോ, എനിക്കൊരു ശകലം വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പ്ലീറ്റ്സും കൂടി ഇട്ട് കൊടുത്താൽ ഇവിടെ കറക്റ്റ് ആവും. അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ വെച്ച് നോക്കണം. ഇങ്ങനെ വെച്ച് നോക്കണം. നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ വെച്ച് നോക്കണം. ഇവിടെയും എനിക്ക് കുറച്ച് സ്കേർട്ട് ഭാഗം കൂടുതലായിട്ട് കിടക്കും. 2 പ്ലീറ്റ്സും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതും ശരിയാവും. നിങ്ങൾ ഈ ചരിഞ്ഞ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയവർക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ സെൻറ്ററും കൂടെ തമ്മിൽ പ്ലീറ്റ്സ് എടുക്കുന്നുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ സെൻറ്ററും കൂടെ തമ്മിൽ ഇങ്ങനെ വച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുത്തെടുത്ത് പോവാം. സ്റ്റിച്ച് ചെയ്തും പോവാം, അതിൻ്റെ കൂടെ പ്ലീറ്റ്സ് എടുത്തും പോവാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത് നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് 1-2-3 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അല്ലാതെ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരും തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലീറ്റ്സും ഈ 2 പ്ലീറ്റ്സും കൂടി ഇട്ട് കഴിയപ്പോൾ എനിക്ക് കറക്റ്റ് ആവും. അതിനുശേഷം എന്ത് ചെയ്യും, സെൻറ്ററും കൂടെ തമ്മിൽ വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും, വീണ്ടും ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യും, വീണ്ടും ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഇവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തണം. അപ്പോൾ ഇതൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്, വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പുള്ള വീഡിയോ. എന്നിട്ട് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇരിക്കും. ഇതപ്പോൾ ഞാൻ ഇതിൽ കാണിക്കാം. ഞാൻ ബാക്ക് ഭാഗം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ യോക്കും സ്കേർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തയ്യൽ തുമ്പ് നമ്മുടെ യോക്ക് ഭാഗത്തോട്ട് ചേർത്ത് വയ്ക്കണം. അല്ലാതെ സ്കേർട്ട് ഭാഗത്ത് വയ്ക്കരുത്, എങ്കിൽ പ്ലീറ്റ്സിൻ്റെ മീതെ കൂടിയാവും തയ്യൽ. സ്കേർട്ട് ഭാഗത്ത് വയ്ക്കാതെ യോക്ക് ഭാഗത്തോട്ട് ചേർത്ത് വയ്ക്കണം. കണ്ടോ, തയ്യൽ മുകളിലോട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് മുകളിൽ പതിച്ചടിക്കണം. ഈ പ്ലീറ്റ് നൈറ്റ് തയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പതിച്ചടിക്കണം കേട്ടോ. അപ്പം ഇതേപോലെ വരും. ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, അസൈൻ നൂലായതുകൊണ്ടേ. അപ്പം ഇതേപോലെ തന്നെയാണ് മറ്റേതും ചെയ്യുന്നത്. നമ്മൾ യോക്കും കൂടെ തമ്മിൽ ചെയ്യണം. സെൻറ്ററിൽ നിന്ന് തുടങ്ങാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരരുത്. സെൻറ്ററിൽ നിന്നാണ് ഇങ്ങോട്ടേക്കും ചെയ്ത് കെട്ടിട്ട് സെൻറ്ററിൽ നിർത്തണം. അപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ വരും. കാണുന്നുണ്ടല്ലോ. ഇനി നമുക്കിവിടെ ഹുക്ക് വയ്ക്കണം, അതിന് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ബാക്ക് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. കണ്ടോ, ബാക്ക് ഇതുപോലെ വരും. ബാക്ക് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. കണ്ടോ, രണ്ടും കാണിക്കണ്ടല്ലോ. ഒന്ന് ചെയ്യുന്നത് പോലെ തന്നെയാണ് മറ്റേതും ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കാണിക്കണ്ടല്ലോ. അതിൽ മുമ്പുള്ളതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ എൻ്റെ മുമ്പുള്ള വീഡിയോ കണ്ടു നോക്കിയാലും മതി കേട്ടോ. അപ്പം ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ഇവിടെ ഇതിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അതിലും ചെയ്യുന്നത്, യാതൊരു വ്യത്യാസവും ഇല്ല. ഇനി നമുക്കിതിൽ ചെയ്യേണ്ട സ്ലീവാണ്. ഇങ്ങനത്തെ സ്ലീവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ലീവ് വെട്ടിയാലും ഇത് കറക്റ്റാണോ എന്ന് വെച്ച് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും ഒരു പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരപ്പോഴാണ് വരുന്നതെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒന്ന് വച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് സ്ലീവ്. ഇതിൻ്റെ സ്ലീവിനൊരു പ്രത്യേകതയുണ്ട്. കണ്ടോ, നമ്മൾ ചരിച്ചൊക്കെയാണ് ചെയ്യുന്നത്. ഈ 3 പീസ് ഈ പ്ലീറ്റഡ് നൈറ്റിക്ക് ഇങ്ങനെ 3 പീസ് നൈറ്റിക്കൊക്കെ ഇങ്ങനെയായിരിക്കും സ്ലീവ് വരുന്നത്. സ്ലീവ് വേറെ രീതിയിലും വെട്ടാം. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റർ ഇതാണ് കണ്ടോ, മടക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ വച്ചിട്ട് ഇങ്ങനെ നോക്കണം. നമ്മൾ വച്ച് നോക്കണം കേട്ടോ. ഇതേപോലെ ഈ രീതിയിൽ ഇങ്ങനെ വച്ച് നോക്കണം. വച്ച് നോക്കുമ്പോൾ ഈ ചരിഞ്ഞ ഭാഗവും ഒരേപോലെ വരണം. കണ്ടോ, എനിക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പുറത്തും വച്ച് നോക്കണം. 2 സൈഡും വച്ച് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അവസാനം സ്റ്റിച്ച് ചെയ്ത് തരാൻ പിന്നെ നമ്മൾ അഴിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഫുള്ളിങ്ങനെ ഇതേപോലെ രീതിയിൽ പിടിച്ചതിന് ശേഷം കണ്ടോ, അവസാനം നമുക്ക് ഇതിങ്ങനെ
ഈ ചരിഞ്ഞ ഭാഗം രണ്ടും ഒരുപോലെ വരണം കേട്ടോ. അപ്പം ഒരുപാട് വലിച്ചു പിടിക്കരുത്. നമ്മൾ സ്ലീവും ഒരുപാട് വലിച്ചു പിടിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ വലിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ തുണി പിടിച്ച് നമ്മൾ ചേർത്ത് വയ്ക്കും തോറും അത് വലിഞ്ഞ് അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ സാധാരണ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കേ പാടുള്ളൂ, വലിച്ചു പിടിച്ച് ചെയ്യരുത്. അപ്പോൾ ഇത് നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിൻ്റെ നല്ല വശവും നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററും നമ്മൾ സ്ലീവിൻ്റെ സെൻറ്ററും കൂടെ തമ്മിൽ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് വേണം തുടങ്ങാൻ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് നേരത്തെ മറ്റേ യോക്ക് സ്റ്റിച്ച് ചെയ്തില്ലേ, പ്ലീറ്റും സ്കേർട്ടും യോക്കും കൂടെ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് വരണം. തിരിച്ച് വീണ്ടും വന്ന് കെട്ടിട്ട് നിർത്തണം. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം. ഇതാ ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ. ഇതാ ഇവിടെ വരപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊടുക്കണം കേട്ടോ, അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് വരത്തില്ല. അവിടെ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് ചരിച്ച് വേണം ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടോ, ആ ചരിവ് നമുക്ക് വരണം. അപ്പോൾ നമ്മളിവിടെ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് ഇനി ചരിച്ച് വച്ചിട്ട് വേണം, ഇത് എങ്ങനെയാണോ വെട്ടിയിരിക്കുന്നത് അതേ രീതിയിൽ വച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പില്ലേ, ഈ പീസിലോട്ട് നമ്മൾ സ്ലീവിൻ്റെ പീസിലോട്ട് ചേർത്ത് വെക്കണം. ഇപ്പോൾ ഇതാണ് സ്ലീവ്. ഈ തയ്യൽ തുമ്പ് സ്ലീവിൻ്റെ പീസിലോട്ട് ചേർത്ത് ഇങ്ങനെ വയ്ക്കുക, വച്ചിട്ട് മുകളിൽ പതിച്ചടിക്കുക. നമ്മൾ ഈ യോക്ക് ഭാഗമൊക്കെ ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്യണം. പതിച്ചടിക്കാൻ മറക്കരുത്. നമുക്ക് നൈറ്റിക്ക് അതൊക്കെ വേണം കേട്ടോ, കാരണം അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യത്തില്ല നൈറ്റി. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പതിച്ചൊക്കെ അടിക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാം നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കപ്പോഴും അതിലും പതിച്ചടിച്ചിരിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മോഡൽ പതിച്ചടിച്ചിരിക്കും. പിന്നെ ഈ മറ്റേ സ്ലീവും കൂടെ ചെയ്തതിന് ശേഷം രണ്ടും കൂടി ഞാൻ കാണിച്ചു തരാം. സ്ലീവ് ജോയിൻ ചെയ്തിട്ടുണ്ട്, രണ്ട് സൈഡും ഇതാ ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പതിച്ചടിക്കണം കേട്ടോ, അത് മറന്നു പോകരുത്. ഇനി നമുക്ക് ഇതിൻ്റെ ചീത്ത വശം എടുത്തിടണം. ചീത്ത വശം ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലീവിൻ്റെ ഇവിടുത്തെ താഴ്ഭാഗത്തെ വണ്ണം ബോട്ടം ഭാഗത്തെ വണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 5.5 അപ്പോൾ സെൻറ്റർ പിടിച്ച് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ കേട്ടോ. നമുക്കിവിടെ സെൻറ്റർ വരുന്നുണ്ട്, അതവിടെ പിടിച്ച് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് 5.5 ഞാൻ 5.5 മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതിൽ നമുക്ക് വണ്ണം ചെസ്റ്റ് അളവൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യം, നമ്മൾ നേരത്തെ തന്നെ ചെസ്റ്റ് അളവ് വെച്ചിട്ടാണല്ലോ, ചെസ്റ്റ് ഷോൾഡറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമുക്കിത് ഇനി സെപ്പറേറ്റ് ആയിട്ട് നമുക്കിനി ഇത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ, മനസ്സിലാവുന്നുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് താഴ്ഭാഗത്തോട്ട് വരിക. നമ്മൾ നൈറ്റിയോട് ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഫുള്ള്. ഇത് ഇടപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി നമുക്ക് കൂടുതലുണ്ടാവും. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ട്, പ്ലീറ്റ്സ് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ഇതായിട്ട് തോന്നും. ഞാൻ ഹുക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഹുക്കും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നേരിട്ട് കാണാൻ നല്ല കളറാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര കളറായിട്ട് തോന്നുന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല കളർഫുള്ളാണ് കേട്ടോ നൈറ്റി. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ട്രൈ ചെയ്യാത്തവർ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.